1000 ഇതളുകളുള്ള സഹസ്രദള പത്മം വീട്ടുമുറ്റത്ത് വിരിയിച്ച് എറണാകുളം നോർത്ത് പറവൂർ സ്വദേശികളായ ദമ്പതികൾ. വിവിധതരം താമരകളുടെ കമനീയമായ ഒരു ശേഖരം തന്നെ ഇവർക്കുണ്ട്. 3 വർഷമായി താമരകളുടെ വലിയൊരു കളക്ഷൻ തന്നെ നോർത്ത് പറവൂർ സ്വദേശികളായ മണിക്കും ഭാര്യ ഉഷാമണിക്കുമുണ്ട്. 30ഓളം വ്യത്യസ്ത താമരകളും 10ഓളം വ്യത്യസ്ത ആമ്പലുകളുമാണ് ഇവരുടെ വീട്ടിലുള്ളത്. ഓരോ താമരയ്ക്കും പ്രത്യേക ഐഡിയുമുണ്ട്. നമോ, തമോ, ബുച്ച, വൈറ്റ് പിയോനി, യെല്ലോ പിയോനി, ഗ്രീൻ ആപ്പിൾ, അഫെക്ഷൻ, സുഭദ്ര, അഖില എന്നിങ്ങനെയാണ് ഐഡികൾ. പരിപാലനം ആരംഭിച്ചതു മുതൽ ഇരുവരുടെയും വലിയ ആഗ്രഹമായിരുന്നു കേരളത്തിൽ അപൂർവവും ഏറെ പ്രത്യേകതകളുമുള്ള സഹസ്രദള പത്മം തങ്ങളുടെ തോട്ടത്തിൽ വിരിഞ്ഞു കാണുക എന്നത്. അതാണിപ്പോൾ സഫലമായിരിക്കുന്നത്. സഹസ്രദളം വളരെ റയറായിട്ടാണ് വിരിയാറ്. നമ്മൾ കുറെ നാളത്തെ കാത്തിരിപ്പായിരുന്നു. അപ്പം ഇന്നലെ ഞങ്ങൾക്കത് വിരിഞ്ഞ് കിട്ടി. സഹസ്രദളത്തിന് 1000 ഇതളുണ്ട്. നമുക്ക് കുറച്ച് കൂടുതൽ ദിവസം നിൽക്കുകയും ചെയ്യും ഇതളുകൾ. പിന്നെ അത് കൂടാതെ ഞങ്ങൾക്ക് ഒരു 10-25ഓളം വെറൈറ്റി താമരകളും കുറച്ച് ആമ്പലിൻ്റെ കളക്ഷനുണ്ട്. നമ്മളത് ജസ്റ്റ് ഒരു കളക്ഷൻ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്താണ്. ഇപ്പോൾ അതനുസരിച്ച് കുറേശ്ശെ സെയിൽ ചെയ്യാനും പറ്റുന്നുണ്ട്. ചാണകപ്പൊടി മണ്ണും ഉപയോഗിച്ചാണ് നമ്മൾ നടുന്നത്. ചാണകപ്പൊടി ആദ്യത്തെ ഒരു ലെയർ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് മണ്ണിട്ടിട്ട് നമ്മൾ നടും. നടാൻ ഉപയോഗിക്കുന്നത് കിഴങ്ങുകളാണ്. നമുക്ക് എപ്പോഴും വിത്തുകളെക്കാളും കൂടുതൽ കിഴങ്ങുകളിൽ നിന്നാണ് പെട്ടെന്ന് പൂവുണ്ടാവാനായിട്ട് ഏറ്റവും നല്ലത്. നമ്മളത് കഴിഞ്ഞ് പിന്നെ ഒരു മാസം കഴിയും തോറും നമ്മളതിന് വളം വെച്ച് കൊടുക്കണം. ഒരു 20 ദിവസം കൂടും തോറും 19 നമുക്ക് വാങ്ങാൻ കിട്ടും വളക്കടയിൽ. അത് നമ്മൾ വെച്ച് കൊടുക്കും. പിന്നെ അതുകൂടാണ്ട് പെട്ടെന്ന് ഫ്ലവറിങ് ഒക്കെ ഉണ്ടാവാനായിട്ട് DAP എന്നൊരു വളമുണ്ട്. അതും വെച്ച് കൊടുക്കാറുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യമാണ് താമരയുടെ പരിചരണം. ശരിയായ സമയത്ത് വളപ്രയോഗവും നല്ല പരിചരണവുമാണ് കൂടുതൽ പൂക്കൾ കിട്ടാൻ നല്ലതെന്നാണ് ദമ്പതികളുടെ അഭിപ്രായം. താമരയുടെ കിഴങ്ങുകളാണ് നടാനായി ഉപയോഗിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.